സങ്കടമുണ്ട്, ഉത്തരമില്ല, പവർ ഗ്രൂപ്പിൽ ഇല്ല. നമ്മുടെ എല്ലാം സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മറുപടിയാണത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകളിലും പ്രതികരിക്കുകയായിരുന്നു നടൻ മോഹൻലാൽ. അതും മൗനം വെടിഞ്ഞത് റിപ്പോർട്ട് പുറത്തു വന്ന 13ാമത്തെ ദിവസം. എന്നോടൊന്നും ചോദിക്കരുത്, ഉത്തരം പറയാൻ അറിയില്ല. അമ്മ WCC എന്നൊന്നും ചോദിക്കരുതേ എന്നൊക്കെയായിരുന്നു മോഹൻലാലിന്റെ മറുപടി. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസിനെ കേരള പോലീസല്ലേ നോക്കണ്ട, ഞാനാണോ? പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 13ാം ദിവസം മൗനം വെടിഞ്ഞ മോഹൻലാൽ. തന്നോടൊന്നും ചോദിക്കരുതെന്നും ഉത്തരം പറയാൻ അറിയില്ലെന്നുമായിരുന്നു ലാലിന്റെ പ്രതികരണം. അതിവിദഗ്ധമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഉഴപ്പൻ മറുപടി പറഞ്ഞ് തടി തപ്പുകയായിരുന്നു മോഹൻലാൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ലോഞ്ചിനായാണ് ലാൽ തിരുവനന്തപുരത്ത് എത്തിയത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ലാൽ ശനിയാഴ്ച പുലർച്ചെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തുടർന്ന് ആക്കുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു താമസം. അവിടെ നിന്നാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിപാടിയിലേക്കായി എത്തിയത്. താൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും കണ്ടിട്ടില്ലെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. മാത്രമല്ല, പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെന്ന തരത്തിൽ അദ്ദേഹം ഒഴിഞ്ഞുമാറി. ഒരുപാട് ആളുകളുള്ള ഒരു മേഖലയുടെ ഭാഗമാണ് താൻ. അതിനെ തകർക്കരുതെന്നും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. നേരത്തെ ഇത്തരം ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപാട് സംഘടനകൾ സിനിമയിൽ ഉണ്ടെന്നും അവരൊക്കെ അത്തരം സംഭവങ്ങളിൽ അപ്പോൾ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നുമായിരുന്നു മറുപടി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ? ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇപ്പൊ കൺസേൺ ഒരു 21 യൂണിയനുകളുണ്ട്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെല്ലാം അറിയിക്കണ്ടേ? ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയെ വന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത്? കുറ്റക്കാരെ സംരക്ഷിക്കരുതെന്നും അത്തരക്കാരുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തു വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അമ്മയുടെ പിന്നാലെ വരരുതേ എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അമ്മയിലേക്കാണ് ഇപ്പോൾ ഫോക്കസ്. പവർ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും വെളിപ്പെടുത്തലുകളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴെല്ലാം സിനിമാ മേഖലയെ തകർക്കരുതേ എന്ന അഭ്യർത്ഥനയാണ് ലാൽ നടത്തിയത്. എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും ഈ വ്യവസായത്തെ തകർക്കരുതെന്നും ലാൽ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെല്ലാം അന്യരായത് എങ്ങനെയായിരുന്നുവെന്നും ലാൽ ചോദിച്ചു. അമ്മയെ മൊത്തത്തിൽ കല്ലെറിയരുത്. എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തെറ്റുകൾ സിനിമയിലും ഉണ്ടെന്നും ലാൽ പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായിരുന്നു മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ പിൻപറ്റി പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾക്കും പിന്നാലെ അമ്മയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ചിരുന്നു. മാത്രമല്ല, ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു. റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഇന്നലെയാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെ മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കാതോർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കേട്ടിട്ടില്ലായിരുന്നു എന്നാണ് ലാലിന്റെ മറുപടി. മാത്രമല്ല, ഇവിടെ സർക്കാരുണ്ടെന്നും അവരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുമുള്ള തരത്തിലായിരുന്നു ലാലിന്റെ മറുപടി. അത് ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്നായിരുന്നു ലാൽ പറഞ്ഞത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയില്ലെന്നും താരസംഘടനയായ അമ്മയെപ്പറ്റി ചോദിക്കരുതെന്നും ലാൽ പറഞ്ഞു. സംഘടന നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ അമ്മ WCC എന്നൊന്നും ചോദിക്കരുതേ, മലയാള സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കണേ എന്നായിരുന്നു ലാൽ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. മലയാള സിനിമാ വ്യവസായം തകരുന്ന അവസ്ഥയാണുള്ളത്. 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയെ കൈപിടിച്ചുയർത്തുന്ന കാര്യങ്ങൾ സംസാരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. താൻ എങ്ങോട്ടേക്കും ഒളിച്ചോടി പോയിട്ടില്ല. കേരളത്തിൽ ഇല്ലാത്തതിനാണ് പ്രതികരിക്കാൻ വൈകിയത്. ഭാര്യയുടെ ശസ്ത്രക്രിയയും
സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസിന്റെ പ്രവർത്തനങ്ങളുമായുള്ള തിരക്കിലായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർത്ത നടൻ വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും പറഞ്ഞു. തന്റെ കയ്യിൽ ഉത്തരങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ്. താനും മൊഴി നൽകിയ വ്യക്തിയാണ്. അമ്മ മാത്രമല്ല, എല്ലാവരുമാണ് ഉത്തരം നൽകേണ്ടത്. എന്തിനും ഏതിനും താരസംഘടനയെ മാത്രം കുറ്റപ്പെടുത്തുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു.